ഈ ഒരു കാര്യം കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. ഇതാണ് സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല, പക്ഷേ അതിൻ്റെ ക്ഷീണമൊന്നുമില്ല. എറണാകുളത്തൊക്കെ ITസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. ഗൈസ്, നമ്മളങ്ങനെ കുറേ നേരത്തെ ഒരു 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറിനൊന്നും നമ്മൾ ബസ്സിനകത്ത് ഇരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സിറുവാണി വാട്ടർഫാൾസ്, അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. എന്താ? കോവൈ കൊട്രാൽ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. നമുക്കൊരു അടിപൊളി വാട്ടർഫാൾസ് എന്നാണ് ഇവിടുന്ന് പോയവർ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. കുളിക്കാൻ അടിപൊളിയാണ്, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 3-4 മണി വരെ ഇവിടെ തന്നെ ഫുള്ള് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഈശ അല്ലെങ്കിൽ ആദിയോഗി കാണാനായിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഇല്ലടാ? അതെ, കണ്ടോ? എന്നാൽ എൻ്റെ ചർമ്മം ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ? ആണോ? ഇതിനെയാണോ നിങ്ങൾ ടാൻ എന്ന് പറയുന്നത്? അതൊക്കെ മാറുമായിരിക്കും. വലിയ കുഴപ്പമുണ്ടോ? തോന്നണില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എക്സൈറ്റ്മെൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ വന്നവരുടെ മുഖത്ത് സന്തോഷം ഞാൻ കണ്ടില്ല, അത് വേറെ കാര്യം. അല്ല, ഞാൻ പറയതേ, ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കാണിച്ചു തരാം. ഞാൻ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇവിടുത്തെ ഒരു ബോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി റീസൺസ് ഇവർ പ്ലാസ്റ്റിക് ഒന്നും നമ്മളെ അകത്തേക്ക് കയറ്റി എടുത്തില്ല, കാരണം നമ്മളവിടെ കളഞ്ഞിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അവരുടെ ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് ആകെ ഒരു 2 ബാഗ്, ഈ 2 ബാഗുകൾ മാത്രം. പിന്നെ നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയെങ്കിൽ തോർത്തും എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ഈ ക്യൂ ഫില്ലാവുന്നത് ബസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു 2 കിലോമീറ്റർ വെച്ചിട്ട് ബസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രാവലർ അല്ലേ. വലിയ ഇതൊന്നും ഇല്ല, എന്നാലും 2 കിലോമീറ്റർ ബസ്, അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ നടന്ന്. അതെ, 2 കിലോമീറ്റർ ബസ്സിന് പോവുക, അതിനുശേഷം 1 കിലോമീറ്റർ നമ്മൾ നടന്നും പോകേണ്ടി വരും. അപ്പം അത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കണം. എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. ബസ് എന്ന് പറഞ്ഞ് വന്ന സാധനം ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, ഇതാണ് ബസ് എന്ന് പറഞ്ഞ് വന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ട്രാവലറാണ് കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള ഒരു മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ആ വാട്ടർഫാൾസ് ഉള്ള ലൊക്കേഷൻ വരെയുള്ള ഒരു മാപ്പാണിത്. അങ്ങനെ നമ്മൾ ആ കുഞ്ഞു വണ്ടിയിൽ കയറി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ നമ്മൾ നടക്കേണ്ടതുണ്ടാവും. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു വാട്ടർഫാൾസ് ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്താ ആട്ടുപാല? നമ്മളതിന് ആട്ടുപാലം എന്നാ പറയാ. ആടുന്ന പാലം, ഇതൊക്കെ ആടുന്ന ആടല്ല, ആടുക ഗജിങ് ഇങ്ങനെ. അപ്പുറത്തെന്തോ ഇറുക്ക്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ്, നല്ലൊരു കാട് തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു സീനറി ഒക്കെയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയില്ല, പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് ഉള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. താഴത്തേക്ക് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്താ അവസ്ഥ എന്ന്.
നമ്മളൊരു 1.5 മണിക്കൂറോളം നമ്മളവിടെ വെള്ളത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുങ്ങി കുളിക്കുക, അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ അത് ബെസ്റ്റ് ഒരു പ്ലേസ് ആയിരിക്കും. സോ നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്, ചോദിച്ചു നോക്കാം. പക്ഷേ നിനക്ക് എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2-3 ആഴ്ചയായിട്ട് എറണാകുളത്ത് എവിടെയെങ്കിലും ഐസ് ബാത്ത് കിട്ടുമോ എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 1,500 2,000 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും എറണാകുളത്ത് ഐസ് ബാത്ത് കിട്ടുക. പക്ഷേ ഇവിടെ വന്നപ്പം ജസ്റ്റ് നിസ്സാരം ഒരു ട്രെയിൻ ടിക്കറ്റ് ജസ്റ്റ് ഒരു 500 റുപ്പീസിന് താഴെ കൊണ്ട് നമുക്കൊരു ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ് ബാത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഫുൾ സ്ട്രെസ്സിലാണെങ്കിൽ നിങ്ങൾ ആ വെള്ളത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അതിലോട്ട് ഇറങ്ങി പോകുമ്പോൾ തന്നെ ആ സ്ട്രെസ് ഇങ്ങനെ കയറി നമ്മുടെ മുടിയുടെ അറ്റത്ത് വന്നിട്ട് പറന്നു പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ITസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. ഇടയ്ക്ക് വീക്കെൻഡിൽ ആരോടും പറയാണ്ട് ഇങ്ങനെ പോന്നാൽ മതി. നമ്മൾ വന്ന ട്രെയിൻ ഏതാ? ഹിമസാഗർ. ആ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 130 റുപ്പീസിന് നിങ്ങൾക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഒത്തിരി എക്സ്പെൻസ് ഇല്ല, ഒരു 1,000 റുപ്പീസാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആദർശേട്ടൻ്റെ എക്സ്പീരിയൻസ്. ഗായ്സ്, സോ ഞങ്ങളിവിടെ എത്തി, കുളിച്ചു. ഷൈൻറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ഒരു 1/2 മണിക്കൂർ 40 മിനിറ്റോളം ഞങ്ങളവിടെ വെയിലത്ത് ക്യൂ നിന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു 1 കിലോമീറ്ററോളം നമ്മളെ കാട്ടിനുള്ളിലൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണെങ്കിലും ആക്ച്വലി നല്ല ചൂടാണ്. ഇപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മാക്സിമം ടയേർഡായിട്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, ആ സമയത്ത് ആ ഒരു കൂൾ വാട്ടറിലുള്ളൊരു കുളി. ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല, പക്ഷേ അതിൻ്റെ ക്ഷീണമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫുള്ളി പോസിറ്റീവായിട്ട് ഫുള്ളി ഹൈ എനർജിയിലപ്പോൾ നിൽക്കുന്നത്. അത് ഒന്നുമില്ല, നമ്മുടെ നാച്ചുറൽ വാട്ടറാണ്. കൂൾ ചെയ്യുന്ന വാട്ടർ കാര്യങ്ങളൊന്നുമില്ല, മലയുടെ മുകളിൽ വരുന്ന പാറകൻ്റെ ചാടി വരുന്ന നാച്ചുറൽ വാട്ടറിൽ കുളിക്കുന്നുണ്ടാണ്. പക്ഷെ ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ കേസ്, അത് വേറെ കേസ്. ഫുൾ തിരക്കാണ്, നല്ല ആളുകളാണ്, വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും. സോ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമ്മൾ കയറി വന്നപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, അതായത് എക്സ്പീരിയൻസ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നവരുടെ ഫേസിൽ നമുക്കത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. സോ നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റും ലാസ്റ്റും ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്ന് നോക്കിയാൽ മതി. യെസ്, കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അവേഴ്സ് ട്രാവൽ ചെയ്ത് അവിടെ ചെല്ലുമ്പം നല്ല ടയേർഡായി ഞങ്ങളിനി ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് കയറി ചെല്ലുന്നത്. പക്ഷേ അവിടുത്തെ ഒരു കുളി കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. വെറുതെ അല്ല പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നത് ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നമ്മൾ ഇത്ര ടൈം എടുത്ത് ഇവിടെ കയറി വന്നാലും പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ മസ്റ്റ് ട്രൈ ആണ്. പറ്റുവാണെങ്കിൽ ഇതുപോലെ വീക്കെൻഡിൽ ആരോടും പറയാണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പോരുക. എല്ലാം ഇവിടെ സെറ്റാണ്. നിങ്ങളൊന്ന് വന്ന് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ അതിലുള്ളൂ. ഓക്കെ, ഗൈസ് ഇവിടെ കണ്ടോ, നല്ല തിരക്കുണ്ട്. നമ്മൾ താഴേന്ന് കയറി വന്നതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കും ആൾക്കാരുണ്ട്. ഇപ്പം ഏകദേശം സമയം ഒരു 5 മണി അടുത്തൊക്കെ ആയിട്ടുണ്ട്. 4 മണി വരെ നമ്മളവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സമ്മതിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ തിരിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല തിരക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഉണ്ട്. നമ്മളിനി 2-3 വണ്ടി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് പോകാനായിട്ട് പറ്റുമായിരിക്കും. ആദിയോഗിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോയിൽ ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, രസമാണ് ഇങ്ങനെ ഇരുന്ന്. ആദ്യമായിട്ടാണ് പോകുന്നത്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ബാക്കിലേക്കുള്ള വ്യൂ നല്ല രസമാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ മേഘവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ലാസ്റ്റത്തെ ഐറ്റിനറി നമ്മൾ എത്തിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇഷ സെൻറ്റർ അല്ലെങ്കിൽ ആദിയോഗിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ എന്താലേ സൂര്യനും സാക്ഷാൽ ശിവനും. എന്താടാ ഫോട്ടോ എടുക്കുമ്പോ ഇത്ര ഗൗരവം? ചിരിച്ചോണ്ട് എടുക്കടാ. പ്രൊഫഷണലിസം ആണ്. ഒരാൾ വെസ്റ്റേൺ ട്രീ അട്ടയില് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലൈറ്റ് ഷോ ആണ് മസ്റ്റായിട്ട് കാണേണ്ടത്. അപ്പം അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഫൈനലി നമ്മള് നമ്മുടെ ഡ്രീം സ്പോട്ട് ഞാൻ ഒത്തിരി കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടെയാണത്. ഇന്നലെ നമ്മുടെ മെയിൻ ട്രിപ്പിന്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ബാക്കിൽ കാണുന്ന ഈ ഒരു വലിയ രൂപം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സോ അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറക്കം മൊത്തം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എടുത്ത ആ ഒരു എഫേർട്ട് ഫുള്ള്. ഞങ്ങൾ വെളുപ്പിന് 1 മണിക്ക് കോയമ്പത്തൂർ എത്തിയതാണ്. ആ 1 മണി മുതൽ ഇനി 7 മണിക്കാണെങ്കിൽ ഷോ തുടങ്ങുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 7 മണി വരെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് മൊത്തം ആ ടൈം വെറുതെ വേസ്റ്റ് ആക്കാണ്ടിരിക്കുക, അതായത് ഈ ഒരു കാര്യം കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അതിനോടൊപ്പം തന്നെ മറ്റേതും കൂടെ പോയി എല്ലാം കണ്ടു എൻജോയ് ചെയ്തു എന്നുള്ളത് മാത്രമാണുള്ളത്. നല്ല അത്യാവശ്യം നല്ല തിരക്ക് ഈ ഒരു ടൈമിലൂടെ ഉണ്ട്. അതെല്ലാ ദിവസവും ഈ ടൈമിൽ ഈ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. They called him a yogi, as he was the first one, the Adiyogi. ഗൈസ്, നിങ്ങൾ ഇതുവരെ കോയമ്പത്തൂരിൽ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആദിയോഗിയിൽ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് തന്നെ വരാം കേട്ടോ. കാരണം ആ ഒരു ലൈറ്റ് ഷോ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ നല്ല രീതിക്കുള്ള ഗൂസ് ബംസ് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും തന്നെ വരാം. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. നമ്മൾ തിരിച്ചെറണാകുളം പോവുകയാണ്. സോ നമ്മുടെ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.